പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 107-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയുടെ നാളുകളിൽ നിലവിളിക്കുന്നവരുടെ നിലവിളുടെ ശബ്ദം കേട്ട് അവരുടെ ഞെരുക്കങ്ങളെ മാറ്റുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്നത്. സ്തോത്രം. കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കർത്തൃത്വം നടത്തുന്നവൻ എന്നാണ്. യേശു കർത്താവ് ആരുടെ മേലാണോ കർത്തൃത്വം നടത്തുന്നത് ആകയാൽ അതുപോലെ തന്നെ യേശു കർത്താവിന് ആരൊക്കെയാണോ പ്രാധാന്യത കൊടുക്കുന്നത് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവരുടെ ജീവിതത്തിലുള്ളതായ ഭാരങ്ങളെ മാറ്റുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് നമ്മളിവിടെ വായിച്ചിട്ടുള്ളത്. ഇവിടെ സംഗീതക്കാരൻ പറയുന്നു, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. നമ്മുടെ ദൈവം ആരാ? ഞെരുക്കങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നത്. ഞെരുക്കം എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള ഞെരുക്കങ്ങൾ നമുക്ക് വരാം. മാനസികമായ ഞെരുക്കം, സാമ്പത്തികമായ ഞെരുക്കം, ആരോഗ്യപരമായ ഞെരുക്കം, കുടുംബപരമായ ചില വിഷയത്തിന്മേലുള്ള ഞെരുക്കം, അങ്ങനെ പല നിലയിലുള്ള ഞെരുക്കങ്ങൾ ഉണ്ടാകും. ഒരു മുന്തിരി ആ ചക്കിനകത്തിട്ട് അതിനെ അരയ്ക്കുന്നത് പോലാണ് ചിലരുടെ ജീവിതത്തിന്റെ ചില പ്രയാസഘട്ടങ്ങളിലൂടെ അവർ കടന്നു പോകുന്നത്. അരഞ്ഞമരുന്നതായ ചില അനുഭവങ്ങൾ ഞെരുങ്ങിപ്പൊടിയുകയാണ്. എന്നാൽ ഈ പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ആശ്വാസമായി ഇന്ന് കേട്ട ഈ വചനം നമുക്കൊരാശ്വാസമായി തീരുകയാണ്. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, അവർ തങ്ങളുടെ കഷ്ടതയിൽ നിന്നും അവരെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ എത്രമാത്രം ഞെരുക്കത്തിലാണ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ ദൈവം അറിയുന്നുണ്ട്. നിങ്ങൾ പുറമേ ചിരിക്കുമ്പോഴും നിങ്ങൾ ഉള്ളുകൊണ്ട് എത്രമാത്രം ഞെരുങ്ങി വിഷമിക്കുകയാണ്. ഉമിത്തിയിൽ ദഹിക്കുന്നത് പോലെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ശോധനകളും കഷ്ടതകളും വന്ന് ഞെരുങ്ങി പോകുന്ന ചില അനുഭവങ്ങൾ. കരയണമെന്നുണ്ട്, നിലവിളിക്കണമെന്നുണ്ട്. മറ്റു ചുറ്റുപാടുകളെ നോക്കുമ്പോൾ പലപ്പോഴും അതിന് സാധിക്കാതെ പോവുകയാണ്. ആയതുകൊണ്ട് ഉള്ളുകൊണ്ട് അത് ഞെരുങ്ങി കരയുക. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവം ആ ഞെരുക്കങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്. നാം എന്താ ചെയ്യേണ്ടത്? ഈ കർത്താവിനോട് നമ്മൾ നിലവിളിക്കണം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അപ്പൊ നമ്മുടെ കഷ്ടതയുടെ നാളുകളിൽ, നമ്മുടെ ഞെരുക്കങ്ങളുടെ നാളുകളിൽ നാം ദൈവത്തോടാണ് നിലവിളിക്കേണ്ടത്, മനുഷ്യരുടെ മുമ്പിൽ അല്ല. ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ട്, ഹന്ന എന്ന് പറയുന്നത്. അവളുടെ കൂടെ താമസിച്ചിരുന്ന പെനീന എന്ന് പറയുന്ന സ്ത്രീ ഈ ഹന്നയെ ഞെരുക്കി വേദനിപ്പിച്ചു. കാരണം ഒരാൾക്ക് പെനീനയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. പക്ഷേ അവൾ കണ്ടെത്തിയത് വീട്ടിലുള്ള ഞെരുക്കങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ അവൾ ഓടി ദൈവാലയത്തിലേക്ക് ചെന്നു. ദൈവാലയം എന്താണ് ഓർപ്പിക്കുന്നത്? ദൈവ സാന്നിധ്യമാണ്. ദൈവത്തിന്റെ സന്നിധിയിലാണ്. നമ്മളെ ആര് എവിടെ വെച്ചാണോ ഞെരുക്കുന്നത്, ആ ഞെരുക്കകരമായ സാഹചര്യങ്ങളെ വിട്ട് നമ്മൾ ഓടിച്ചെന്ന് മുട്ടിന്മേൽ വീഴേണ്ട ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ പാദപീഠം. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പാദപീഠത്തിൽ വീഴുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഈ യേശു കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഭാരങ്ങളെ പറയുവാൻ നിങ്ങൾക്ക് തയ്യാറാണോ? തീർച്ചയായിട്ടും ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് മാറ്റം വരും. നിങ്ങളുടെ ഞെരുക്കങ്ങൾ മാറും, നിങ്ങളുടെ വേദന മാറും, നിങ്ങളുടെ പ്രയാസം മാറും. പ്രൈസ് ദി ലോർഡ്. എത്രയധികം കഠിനമേറിയ ശോധനയിൽ കൂടാണ് സഹോദരങ്ങളെ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ ഞെരുക്കങ്ങളെ മാറ്റും. ആകയാൽ വിശ്വസിക്കുക, ദൈവത്തോട് നിലവിളിക്കുക. നിലവിളി കേട്ട് ഞെരുക്കങ്ങളെ മാറ്റി നമ്മെ മുമ്പോട്ട് നടത്തുന്ന ഈ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ഈ പകൽക്കാലം ദൈവം വിശാലം നൽകും, ഞെരുക്കം മാറ്റും. ഈ വചനങ്ങളാൽ
ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.